ഒക്കെ ചേർത്തതുകൊണ്ടാണ് നേരിയ കളർ വ്യത്യാസം ഈ മാവിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ദോശ പോലെ പുളിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. പിന്നെ അതല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. ഒരുപാട് നേരം വെച്ച് ഇത് പുളിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശയല്ലേ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഇരിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 10-17 ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചൂടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് സവാള എടുക്കണ്ട കേട്ടോ. ചെറിയ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. എങ്കിലേ ഈ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടില്ലേ, അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്, പ്രത്യേകിച്ച് തമിഴ് ഹോട്ടലിലേക്കുള്ള ചട്നി കഴിക്കുമ്പോഴേക്ക്. പിന്നെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഉള്ളിയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 3 വറ്റൽമുളകും കൂടി എടുക്കുന്നുണ്ട്. എരിവുള്ള വറ്റൽമുളകാണ് എടുക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എണ്ണ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഉള്ളിയും മുളകും ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം തേങ്ങയുടെ ടേസ്റ്റ് അല്ല മുന്തി നിൽക്കേണ്ടത്. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുമ്പോഴേക്ക്, അതായത് ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മളിത് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. സാധാരണ ദോശയ്ക്ക് നമ്മൾ എങ്ങനെ അരച്ചെടുക്കുന്നോ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ? അപ്പോൾ നമുക്കിനി ദോശ ചുട്ടെടുക്കാം. ദോശ ചുടാനായിട്ട് ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ചൂട് ക്രമീകരിക്കാനാണ് നമ്മളിതുപോലെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ആട്ടി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് കലക്കിയ ശേഷം ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഞാനിതുപോലെ കനം കുറച്ച് തന്നെയാണ് ഇത് പരത്തി ചുട്ടെടുക്കുന്നത്.
തൊട്ടടുത്ത വീട്ടിൽ പട്ടി വിളിക്കുന്നുണ്ട്. ആ പട്ടി എടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ, പട്ടി ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെന്ന്. അത് വിളിക്കട്ടെ, രാവിലെ അല്ലേ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു ബ്രഷ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. നെയ്യ് ഇട്ടിട്ട് കഴിക്കുന്നതാണ് ഈ ദോശയ്ക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ നല്ലെണ്ണ ഇതുപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്താൽ മതി. സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇത് കട്ടിക്ക് നിങ്ങൾ ചുട്ടെടുക്കരുത്, ഇതുപോലെ കനം കുറച്ച് പരത്തി വേണം ചുട്ടെടുക്കാൻ, എങ്കിലേ ഈ ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ദോശ തയ്യാറായി വരുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറായി വരികയാണ്, തന്നെ ഇതിൽ നിന്ന് വിട്ട് വരും. കുറച്ചുകൂടെ ഒന്ന് മൊരിയട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നമ്മൾ തിരിച്ചിടത്തൊന്നുമില്ല കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല സൂപ്പർ ദോശയാണ്. വീണ്ടും ഞാനിതുപോലെ വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ മാവൊന്ന് കലക്കിയിട്ട് മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാം. നമ്മളിങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്തില്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റത്തില്ല. മാവ് കോരി ഒഴിക്കുമ്പോൾ തന്നെ കല്ല് നല്ല ചൂടായിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മറ്റ് ദോശ നമ്മൾ ചുടുന്നത് പോലെ കാത്തിരിക്കൊന്നും വേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. നല്ല കരുമുരാന്നുള്ള ക്രിസ്പി ദോശയാണിത് കണ്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ദോശയും 2 തരം ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പ്രോട്ടീൻ അടങ്ങിയ ദോശയാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും ബാക്കിയുള്ള ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു വരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി നമ്മളുടെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ഇട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇന്നത്തെ ദോശ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സുൽത്താനാണ്. ഇത് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ദോശയാണ്. സുൽത്താൻ അത് കഴിച്ചിട്ട് എൻ്റെ ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് പറഞ്ഞു. എനിക്ക് ഏത് ചമ്മന്തി ഇഷ്ടപ്പെട്ടെന്നുകൂടെ പറയണം. കഴിക്കുമ്പോൾ സുൽത്താന്റെ മുഖത്ത് ഇതുപോലെ ചിരി വിടർന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നല്ലതെന്നാണ്, അല്ലെങ്കിൽ സുൽത്താൻ ചിരിക്കൂല. ഏത് ചമ്മന്തിയാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇതാണ് കുറച്ചുകൂടി അച്ഛേ, മറ്റേത് കുറച്ച് എരിവ് പോലത്തെ.